കെഎസ്ആർടിസിയിലെ ബസ് വാഷിംഗ് ജീവനക്കാർക്കും ഇത്തവണ ഓണത്തിന് ഉത്സവബത്ത. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഈ ഭാഗം ജീവനക്കാർക്ക് ഓണം അലവൻസ് ലഭിക്കുന്നത്. 1000 രൂപ വീതം ഓണം അലവൻസ് നൽകാൻ നിർദ്ദേശിച്ചതായി ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. കോർപ്പറേഷന്റെ അടിസ്ഥാന വിഭാഗമായി പ്രവർത്തിക്കുന്ന ബസ് വാഷിംഗ് ജീവനക്കാരെ കൂടി പരിഗണിക്കണമെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് തീരുമാനം. സ്ഥിരം ജീവനക്കാർക്കും താൽക്കാലിക ജീവനക്കാർക്കും പുറമെ 2019 ശേഷം ഇത്തവണ പെൻഷൻകാർക്കും ഉത്സവബത്ത നൽകാനുള്ള നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബസ് വാഷിംഗ് ജീവനക്കാരെയും ഓണമാനുകൂല്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഉത്സവബത്തയും ഓണം അഡ്വാൻസും വിതരണം ചെയ്യുന്നതിനായി നേരത്തെ 33.92 കോടി രൂപ അനുവദിച്ചിരുന്നു. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണം അഡ്വാൻസ് നൽകുന്നതിനായി 21.5 കോടി രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപ ഉത്സവബത്ത നൽകുന്നതിനായി 5.32 കോടി രൂപയും പ്രത്യേക ധനസഹായമായി അനുവദിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ബസ് വാഷിംഗ് ജീവനക്കാർക്കുള്ള 1000 രൂപ അലവൻസിനായി തുക അനുവദിക്കുന്നത്. കെഎസ്ആർടിസി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടയിലും ജീവനക്കാരുടെ ആത്മാർത്ഥതയും അർപ്പണബോധവും പരിഗണിച്ചാണ് ഓണം ഫെസ്റ്റിവൽ ആനുകൂല്യങ്ങൾ നൽകാൻ തീരുമാനിച്ചത് എന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. വർഷങ്ങളായി ഉത്സവബത്ത ലഭിക്കാതിരുന്ന ബസ് വാഷിംഗ് ജീവനക്കാരെയും ഇത്തവണ ഓണം ആനുകൂല്യത്തിന്റെ ഭാഗമാക്കുന്നതാണ് തീരുമാനത്തിന്റെ പ്രത്യേകത. കെഎസ്ആർടിസി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവബത്തയും അഡ്വാൻസും നേരത്തെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി സർക്കാർ 33.92 കോടി രൂപ അനുവദിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ പ്രഖ്യാപനം കെഎസ്ആർടിസി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ ലഭ്യമാക്കിയിരിക്കുന്നത്. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ സാലറി അഡ്വാൻസും 3,000 രൂപ ഉത്സവബത്തയും ലഭിക്കും. സ്ഥിരം ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് നൽകാൻ 21.5 കോടി രൂപ കെഎസ്ആർടിസിക്ക് മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് അനുവദിക്കുന്നത്. അർഹതയുള്ള ജീവനക്കാർക്ക് ബോണസും ലഭിക്കുന്നതാണ്. താൽക്കാലിക ജീവനക്കാർക്ക് 1000 രൂപ ഉത്സവബത്തയായി ലഭിക്കും. പെൻഷൻകാർക്ക് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി 1,250 രൂപ ഉത്സവബത്തയായി അനുവദിച്ചു. പെൻഷൻകാർക്ക് ഉത്സവബത്ത നൽകുന്നതിന് 5.32 കോടി രൂപയാണ് പ്രത്യേക ധനസഹായമായി മന്ത്രിസഭ കെഎസ്ആർടിസിക്ക് അനുവദിച്ചത്. 2019 ശേഷം ആദ്യമായാണ് കെഎസ്ആർടിസിയിൽ പെൻഷൻകാർക്കുള്ള ഓണം അലവൻസ് നൽകുന്നത്. അതുപോലെ ഓണം സാലറി അഡ്വാൻസ് 2023 ശേഷം നൽകിയിരുന്നില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജീവനക്കാരുടെ ആത്മാർത്ഥതയും അർപ്പണബോധവും പരിഗണിച്ചാണ് ഓണം ഫെസ്റ്റിവൽ ആനുകൂല്യങ്ങൾ നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത് എന്ന് മന്ത്രി CP ജോൺ അറിയിച്ചിരുന്നു. പെൻഷൻകാരുടെ ദീർഘനാളത്തെ ആവശ്യമായ പെൻഷൻ പരിഷ്കരണത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. എന്നാൽ ഓണക്കാലത്ത് അനുവദിച്ച ഈ തുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരുപോലെ ആശ്വാസമാണ്. കഴിഞ്ഞ ചില മാസങ്ങളിൽ നേരിട്ട ചെറിയ പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് കോർപ്പറേഷൻ കൂടുതൽ ജനകീയമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പുതിയ തീരുമാനം. അതിനിടെ കയർ മേഖലയിലെ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 2026-27 സാമ്പത്തിക വർഷത്തിൽ കോടികൾ അനുവദിച്ച് കയർ വികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി രമേശ് ചെന്നിത്തല കയർപിരി മേഖലയിൽ തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന 100-ൽ താഴെ തൊഴിലാളികൾക്കുള്ള കയർ സംഘങ്ങളിലെ തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2,000 രൂപ വീതം എക്സ്ഗ്രേഷ്യ നൽകുന്നതിനും തുക അനുവദിച്ചിട്ടുണ്ട്. പൂർണ്ണമായ തോതിൽ പ്രവർത്തനം നടത്താൻ കഴിയാത്തതും 100-ൽ താഴെ ദിവസങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും 500 കിൻഡലിൽ താഴെ പ്രതിവർഷ ഉൽപാദനം നടത്തുകയും ചെയ്യുന്ന കയർപിരി സംഘങ്ങളിലെ 5,000 തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. കയർ സംഘങ്ങളുടെ ഉൽപാദനം, വിപണനം, കയർ ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരീകരണം, വിപണി വികസനം, കയർ തൊഴിലാളികളുടെ വരുമാന പിന്തുണ, ക്ഷേമം, എക്സ്ഗ്രേഷ്യ, പ്രവർത്തന മൂലധനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കയർപിരി മേഖലയിൽ പ്രവർത്തിക്കുന്ന 500-ലധികം സംഘങ്ങളുടെ പ്രവർത്തനത്തിനും കയർ മേഖലയിലെ പുനരുജ്ജീവനത്തിനും സഹായകമാകുന്ന തരത്തിലാണ് വിവിധ പദ്ധതികളിലൂടെ ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.